ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 6-ാം അധ്യായം. ഗുരുകുലത്തിൽ തന്നോടൊപ്പം പഠിക്കുന്ന ആ അസുരബാലന്മാർക്ക് സഹപാഠികൾക്കായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ഉപദേശം ആണ് വർണ്ണിക്കുന്നത്. ഒരിക്കൽ ഗുരുകുലത്തിൽ വെച്ച് പ്രഹ്ലാദൻ തൻ്റെ സഹപാഠികൾക്കായി ശ്രീനാരദോക്തമായ അധ്യാത്മതത്വം ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അർത്ഥശൂന്യമായ പ്രവൃത്തികളിലും വാദ പ്രതിവാദങ്ങളിലും ഏർപ്പെട്ട് നമ്മളുടെ ആയുസ് പാഴായിപ്പോകുന്നു എന്നറിയാത്ത മൂഢജനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആവരുത് എന്ന് അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ ഭാഗവതധർമ്മത്തെ ഉപദേശിക്കുന്നത്. പ്രഹ്ലാദ ഉവാച കൗമാര ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. വിവേകികളായിട്ടുള്ളവൻ കിട്ടിയതായ ഈയൊരു ജന്മം, ഈയൊരു മനുഷ്യജന്മം അതിനെ സാർത്ഥകമാക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവത് ഭക്തിപരങ്ങളായ നിഷ്കാമകർമ്മങ്ങളെ ചെയ്യുക. എന്തുകൊണ്ട്? മനുഷ്യജന്മം തന്നെ ലഭിക്കാൻ പ്രയാസമാണ്, ദുർലഭമാണ്. അത് ലഭിച്ചാൽ തന്നെയും അധ്രുവവും അർത്ഥതവുമാണ്. ആ മനുഷ്യജന്മം പരമപുരുഷാർത്ഥപ്രദമാണ്, മോക്ഷപ്രദമാണ്. എന്നാൽ അധ്രുവമാണ്, അത് ശാശ്വതമല്ല. എപ്പോൾ വേണമെങ്കിലും ഈ മനുഷ്യദേഹം വീണു പോകാവുന്നതാണ്. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മേശ്വര സുഹൃത്. മനുഷ്യജന്മം ലഭിച്ച ഒരുവന് ഭഗവത്പാദങ്ങളെ സമാശ്രയിക്കുക, അത് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. ആ ഭഗവാൻ സകല ചരാചരങ്ങൾക്കും പ്രിയനാണ്, ആത്മാവാണ്, നിയന്താവാണ്, ഹിതേഷിയാണ്. സുഖം ഐന്ദ്രിയകം ദൈത്യാഹ ദേഹയോഗേന ദേഹിനാം. ശരീരികൾക്ക് ശരീരബന്ധം കൊണ്ട് ഇന്ദ്രിയജന്യമായിട്ടുള്ള പ്രാപഞ്ചിക സുഖം, അത് ഒരു പരിശ്രമവും ഇല്ലാതെ ദുഃഖം അയത്നത, പരിശ്രമമില്ലാതെ പ്രാരബ്ധകർമ്മമനുസരിച്ച് പ്രാപഞ്ചിക ദുഃഖം ഏതുപോലെയാണോ അതുപോലെ തന്നെ പ്രാപഞ്ചിക സുഖവും ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നുണ്ട്. അതിന് നമുക്ക് ചുറ്റും തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്. തത്പ്രയാസോ ന കർത്തവ്യോ യദ ആയുർവ്യയപരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദചരണാംബുജം. അതിനുവേണ്ടി പരിശ്രമമൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ പരിശ്രമം ചെയ്തതുകൊണ്ട് ഈ ആയുസ്സിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് സംസാരഭയത്തെ പ്രാപിച്ച ഒരുവൻ എത്ര കാലമാണോ ഈ ശരീരം അരോഗദൃഢമായിട്ട് നാശരഹിതമായിട്ടിരിക്കുന്നത് അത്രയും കാലം കൊണ്ട് ആത്മീയ ഭാവുകത്തിന് വേണ്ടി പരിശ്രമിക്കണം.
പുംസോ വർഷശതം ഹ്യായു തദർത്ഥം ച അജിതാത്മന നിഷ്ഫലം യതസൗ രാത്രിയാം ശേതേന്ധം പ്രാപിതസ്തമ. എങ്ങനെയാണ് ഒരുവന്റെ ആയുസ് അവനറിയാതെ തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ ഇവിടെ വർണ്ണിക്കുകയാണ്. ഇപ്പൊ മനുഷ്യായുസിനെ പരമാവധി 100 വർഷം എന്ന് കണക്കാക്കുന്നുവെങ്കിൽ അതിൻ്റെ നേർപകുതിയും രാത്രിയിൽ ഉറക്കമായിട്ടും സ്വപ്നങ്ങളെ കണ്ടും മനോവിചാരങ്ങളോടുകൂടിയിട്ടും ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. മുക്തസ്യ ബാല്യേ കൗമാരേ ക്രീഡതോ യാതി വിംശതി ജരയാ ഗ്രസ്തദേഹസ്യ യാത്യകൽപ്പസ്യ വിംശതി. ശൈശവത്തിൽ ബുദ്ധി ഉറയ്ക്കാതെ കൗമാരത്തിൽ അല്ലെങ്കിൽ ബാല്യത്തിൽ കുട്ടിക്കളികളിൽ ഏർപ്പെട്ടും അങ്ങനെയെല്ലാം ഒരു 20 വർഷം നീങ്ങിപ്പോകും. വാർദ്ധക്യത്തിൽ ജരാനരകൾ ബാധിച്ച് ശരീരം ഒന്നിനും കൊള്ളാതെയായിത്തീരും. അങ്ങനെ ആ ജീവിതാവസാനത്തിലെ 20 വർഷവും അത്തരത്തിൽ നഷ്ടമാകും. ദുരാപൂരേണ കാമേന മോഹേന ച ബലീയസ ശേഷം ഗൃഹേഷു സക്തസ്യ പ്രമത്തസ്യാപയാതിഹി. ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന കാമം, മോഹം, ഇതെല്ലാം അതിശക്തമായിട്ടുള്ള യൗവനം. ഗൃഹാസക്തനായി ഇപ്പൊ യൗവനകാലത്തിൽ ഗൃഹാസക്തനായി ഇരുന്നാലും പിന്നീട് അനാസക്തനായി തീർന്ന് ആത്മശ്രേയസ്സിന് വേണ്ടി പ്രയത്നിക്കാം. പക്ഷെ അത് അസംഭാവ്യമാണ്. അപ്പൊ യൗവനവും ഗൃഹവൃത്തികളിൽ ആസക്തനായി ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങളുടെ പിന്നാലെ അത് തേടിക്കൊണ്ട്, സുഖം തേടിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് കൗമാരത്തിൽ തന്നെ ഭഗവത് ഭജനം ആരംഭിക്കണം എന്ന് ഇവിടെ ഉപദേശിക്കുന്നത്. കോ ഗൃഹേഷു പുമാൻ സക്തമാത്മാനമജിതേന്ദ്രിയ സ്നേഹപാശേ ദൃഢൈർബദ്ധം ഉത്സഹേത വിമോചിതം. ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നിയന്ത്രിക്കാതെ ഒരുവൻ കുടുംബകാര്യങ്ങളിൽ ആസക്തമായിട്ട് സ്നേഹപാശങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട് അങ്ങനെയുള്ള ആത്മാവിനെ മോചിപ്പിക്കാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരുവൻ ശ്രമിക്കില്ല. അതിനവന് കഴിയുന്നില്ല. കോന്നൊർത്ഥതൃഷ്ണാം വിഷജേൽ പ്രാണേഭ്യോപി യൈപ്സിത യം ക്രീണാത്യസുഭി പ്രേഷ്ഠൈ തസ്കര സേവകോ വണിക്. കച്ചവടക്കാർ, സേവകന്മാർ, സൈന്യങ്ങൾ, പട്ടാളക്കാർ അവരൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ജീവനെ കൊണ്ടും നേടിയെടുക്കുന്ന ജീവനേക്കാളും അഭിലഷിക്കുന്നതായ ധനം, ആ ധനത്തിലുള്ള ആശ ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല. അതാണിവിടെ അർത്ഥതൃഷ്ണ എന്ന് സൂചിപ്പിച്ചത്. കഥം പ്രിയായ അനുകമ്പിതായ സംഗം രഹസ്യം രുചിരാംശമന്ത്രാൻ സുഹൃത്സുജ സ്നേഹസിത ശിശൂനാം കളാക്ഷരാണാം അനുരക്തചിത്ത. അനുകമ്പാപാത്രമായിട്ടുള്ള പ്രിയ പത്നിയോടുകൂടിയിട്ടുള്ള സംഘം, ഏകാന്ത സമ്പർക്കം, ഹിതോപദേശവചനങ്ങൾ, സ്നേഹബദ്ധനായിരുന്ന്
തൻ്റെ ബന്ധുമിത്രാദികളോടുള്ള ആ ഒരു സംഘം സൗഹൃദം വാത്സല്യത്തോടുകൂടി തൻ്റെ കുട്ടികൾ അവ്യക്തമായി ഉച്ചരിക്കുന്ന അവരുടെ ആ വാക്കുകൾ, അവരോട് കൂടിയിട്ടുള്ള സംഘം, ഇതൊന്നും ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല. പുത്രാൻ സ്മരംസ്ത ദുഹിതൃ ഹൃദയ ഭാദ്രൻ സ്വസുർവാ പിതരൗജദീനൗ. പുത്രന്മാർ, പുത്രിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, എന്തെല്ലാം ഉപകരണങ്ങളോടുകൂടി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയതായ ഗൃഹം കുലധർമ്മമനുസരിച്ചും പരമ്പരാഗതമായിട്ടും ഒക്കെ വന്നു ചേരുന്ന ജീവനോപായം, വളർത്തുമൃഗങ്ങൾ, സേവകന്മാർ, ഇതിനെല്ലാം ആർക്കാണ് ഉപേക്ഷിക്കാൻ കഴിയുക? അപ്പം അത്യാഗ്രഹം കൊണ്ട് വ്യത്യസ്ത കർമ്മങ്ങളെ ചെയ്ത് കാമസംതൃപ്തി വരാത്തവനായി ഔപസ്ഥ്യ ജൈഹ്യം, ജിഹ്വയെയും ഉപസ്ഥത്തെയും നാഭിനെയും ജനനേന്ദ്രിയത്തെയും അതിനെ വളരെയധികം ആദരിച്ചുകൊണ്ട് രുചിയെ അറിയുക, കാമം അനുഭവിക്കുക, അതിനുവേണ്ടി തൻ്റെ ആയുസ് ഒട്ടുമുക്കാലും ചിലവഴിച്ചുകൊണ്ട് പാഴാക്കിക്കൊണ്ട് അതിനെ അത്യധികം ആദരിച്ചുകൊണ്ട് ഈ വിഷയവാസനകൾക്ക് വിധേയനായിത്തീരുന്ന ഒരുവൻ എങ്ങനെയാണ് വിരക്തി നേടുക? ഇതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങളെ തുടർന്ന് പറയുകയാണ്. കുടുംബപോഷായ വിയൻ നിജായുർന്ന ബുദ്ധ്യതയാർത്ഥം വിഹത പ്രമത്ത. കുടുംബ സംരക്ഷണത്തിന് വേണ്ടി താൻ ചിലവഴിക്കുന്ന തൻ്റെ ആയുസ്സിനെയോ തടസ്സപ്പെട്ടു പോയതായ പുരുഷാർത്ഥത്തെയോ പ്രമത്തനായ ഒരുവൻ, പ്രമത്തൻ, പ്രമാദം ബാധിച്ച സ്വബോധമില്ലാത്ത ഒരുവൻ അറിയുന്നില്ല. താപത്രയങ്ങളെ കൊണ്ട് വ്യാകുലചിത്തനായി തൻ്റെ കുടുംബത്തിൽ മാത്രം ആസക്തനായി അങ്ങനെ ജീവിക്കുന്ന ഒരുവന് ഒരിക്കലും വിഷയവൈരാഗ്യം ഉണ്ടാവുന്നില്ല. വിത്തേഷു നിത്യാഭിനിവിഷ്ടചേത വിദ്വാംശദോഷം പരവിത്തഹർത്തു. ധനം തുടങ്ങിയിട്ടുള്ളവയിൽ എപ്പോഴും മനസ്സു വെച്ചുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരുടെ ധനത്തെ അപഹരിക്കാൻ പരിശ്രമിക്കും. ഈ ധനാപഹരണം കൊണ്ട് ഇഹത്തിലും പരത്തിലും മരണശേഷം ഉണ്ടാവുന്ന നരകയാതന ഇതെല്ലാം അറിയുന്നവനാണെങ്കിൽ കൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട്, ആഗ്രഹങ്ങൾ അവസാനിക്കാത്തതുകൊണ്ട് പരധനത്തെ അപഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ സുഖം നേടാൻ പരിശ്രമിക്കുന്നു. വിദ്വാനവിദ്ധം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായ നകൽപദേവൈ യസ്വീയ പാരക്യ വിഭിന്ന ഭാവ സ്തമപ്രപദ്യേത യഥാ വിമൂഢ. ഉള്ളവർ പോലും, അറിവുള്ളവനാണ് എങ്കിൽ കൂടി ഇങ്ങനെ കുടുംബപോഷണം ചെയ്യുന്ന ഒരുവൻ ആത്മദർശനത്തിനായി പ്രയത്നിക്കുന്നില്ല. ഞാനെന്നും എൻ്റേതെന്നും മറ്റുള്ളവരെന്നും ഒക്കെ ഭേദഭാവനയോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് വിഷയാസക്തൻ തമോഗർത്തത്തിൽ പതിക്കുന്നു. കൗമാര അനന്തരം വിഷയാസക്തനായ ഒരുവൻ ഒരിക്കലും വിരക്തനായി ആത്മശ്രേയസ്സിനു വേണ്ടി യത്നിക്കില്ല.
അതുകൊണ്ടാണ് കൗമാരത്തിൽ തന്നെ ഭാഗവത ധർമ്മത്തിൽ ശ്രദ്ധാലുവാകണം എന്ന് വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. യതോ ന കശ്ചിത് ക്വച കുത്രചിത് വാദീന സ്വമാത്മാനമലം സമർത്ഥ. വിഷയാസക്തി കൊണ്ട്, അത്യധികം വിഷയാസക്തിയാൽ അവശനായി കാമേക്ഷണകളായിട്ടുള്ള സ്ത്രീകളുടെ ക്രീഡാമൃഗമായി തീരുന്ന ഒരുവൻ, അവരാൽ തളച്ചിടപ്പെടുന്ന ചങ്ങലയായി കുട്ടികളും പേരക്കുട്ടികളും ഇവരോടെല്ലാം ചേർന്ന് ഭൗതിക ഭോഗസുഖങ്ങളെ അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ശക്തിയില്ലാതെ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അത്തരത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന വിഷയാസക്തന്മാരുമായി ഉള്ള സംഘം തന്നെ ഉപേക്ഷിച്ച്, അല്ലയോ കൂട്ടുകാരെ, ആ ശ്രീഹരിയെ ഭജിക്കൂ. തതോ വിദൂരാത് പരിഹൃത്യ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാതിദേവം സമുക്ത സംഗീർ ഇഷിതോപവർഗ. അങ്ങനെ വിഷയാസക്തി വിട്ടുകളഞ്ഞ മഹാത്മാക്കളാൽ ആഗ്രഹിക്കപ്പെടുന്നതായ സംസാര നിർമുക്തി, അതാണ് നമുക്കും വേണ്ടത്. അതിനായിട്ടാണ് പ്രയത്നിക്കേണ്ടത്. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോ അസുരാത്മജാഃ. ആ ശ്രീനാരായണനെ ഭജിക്കുക എന്നത്, ഉപാസിക്കുക എന്നത് അത്ര പ്രയാസമൊന്നുമല്ല. അങ്ങനെ ഉപാസിക്കുന്നവന് ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല. പരാവരേഷു ഭൂതേഷു ബ്രഹ്മാന്തസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷഥ മഹർസുച ഗുണേഷു ഗുണസാമ്യേച. ബ്രഹ്മാദി പിപീലികാന്തം സാധാരണ പറയാറുണ്ട്, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ. സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് മുതൽ സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ചെറുതെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പുൽനാമ്പ് വരെ, ബ്രഹ്മാവ് മുതൽ സ്ഥാവരങ്ങളാദിയായിട്ടുള്ള ഉച്ചനീചങ്ങളായ സകല ജീവരാശികളിലും, ഭൗതികങ്ങളായ സകല രൂപഭേദങ്ങളിലും, എല്ലാ പഞ്ചഭൂതങ്ങളിലും, ഗുണേഷു ഗുണസാമ്യേച, സത്വാദി ഗുണങ്ങളിലും ഗുണസാമ്യാവസ്ഥയിലുള്ള പ്രകൃതിയിലും എല്ലാറ്റിലും കേവലം ഏകനായ പരമാത്മാവ് തന്നെയാണ് പ്രകാശിക്കുന്നത്. സമസ്ത ഐശ്വര്യ ഗുണോപേതനായ ആ ഈശ്വരൻ സകല നിയന്താവാണ്, ജന്മാദി രഹിതനാണ്. ഈ പരമാത്മാവ് അനിർവചനീയനാണ്, നിർവികൽപ്പനാണ്. നിർഗുണവും അനുഭവാത്മകവുമായ അഖണ്ഡാനന്ദം മാത്രം സ്വരൂപം ആയിട്ടുള്ള മഹൈശ്വര്യരൂപനാണ്. എന്നാൽ ത്രിഗുണാത്മികയായ ആ സൃഷ്ടിയെ കൈയാളുന്ന തൻ്റെ തന്നെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട ഐശ്വര്യത്തോടു കൂടിയിട്ട് ഈ ലോകത്തിൽ നമുക്ക് നാനാത്വേന അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, സകല ജീവജാലങ്ങളിലും അസുരസഹജമായ ആ മനോഭാവം കൈവിടുക, അനുകമ്പയെയും സന്മനോഭാവത്തെയും കൈക്കൊള്ളുക.
ആ ഒരു ഭൂതാനുകമ്പ, ജീവാനുകമ്പ കൊണ്ട് തന്നെ ഭഗവാൻ പ്രസന്നനായിത്തീരും. ആസുരം ഭാവമുന്മുച്യ യയാ തുഷ്യത്യധോക്ഷജ തുഷ്ടേജതിത്ര കിമലഭ്യമനന്ത ആദ്യേ കിം തൈർഗുണവ്യതികരാതിഹയേ സുസിദ്ധ. ആ ഭഗവാൻ പ്രസാദിച്ചാൽ സാധ്യമാകാത്തതായിട്ട് ഒന്നുമില്ല ലോകത്തിൽ. ഭഗവൽ പാദങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നതായ അമൃതരസം അത് നുകരുന്നവർ, ഭഗവത് നാമസങ്കീർത്തനത്തെ ചെയ്യുന്നവർ, അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കുന്ന നമുക്ക് സംസാര നിർമുക്തി അത് സ്വയമേക വന്നു ചേരും. അതുപോലും നമ്മൾ കാക്ഷിക്കേണ്ടതില്ല, ആഗ്രഹിക്കേണ്ടതില്ല. ധർമാർത്ഥകാമ ഇതി യോഭിഹിതസ്ത്രിവർഗ ഇക്ഷാ ത്രയീ നയതമൗ വിവിധാച വാർത്ത. ധർമ്മ അർത്ഥകാമങ്ങൾ പുരുഷാർത്ഥങ്ങളിലെ ആദ്യ 3 ഘടകങ്ങൾ. പുരുഷാർത്ഥത്രയം: ആത്മവിദ്യ, കർമ്മവിദ്യ, ഈക്ഷാ, ത്രയീ, നയതമം. ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ആത്മവിദ്യ, കർമ്മവിദ്യ, തർക്കശാസ്ത്രം, ദണ്ഡനീതി, വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ, വേദപ്രതിപാദിതമായ, അങ്ങനെ എല്ലാം തന്നെയും ആ ഭഗവാന്, അന്തര്യാമിയായിട്ടുള്ള ആ ഈശ്വരന് സ്വയം ആത്മസമർപ്പണത്തിന് സഹായകമായിട്ട് തീരുമെങ്കിൽ ഇതെല്ലാം, ഈ മേൽപ്പറഞ്ഞതൊക്കെ അർത്ഥവത്താണ്, അല്ലെങ്കിൽ നിരർത്ഥകമാണ്. ധർമാദി പുരുഷാർത്ഥങ്ങളും ആത്മവിദ്യകളും ത്രൈഗുണ്യ വിഷയമായിട്ടുള്ള വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഇനി എന്താണ് ഗുരുസമ്പ്രദായം? അത് പറയുകയാണ്. ജ്ഞാനം തതേത തമലം ദുരവാപമാഹ നാരായണോ നരസഖ കില നാരദായ. ശ്രീനാരദ മഹർഷിയാണ് ഇതെനിക്ക് ഉപദേശിച്ചു തന്നത്, ഈ വിശുദ്ധജ്ഞാനം. സർവസംഘ പരിത്യാഗികൾക്കെല്ലാം തന്നെ ഏകാന്ത ഭക്തന്മാരായിട്ടുള്ള, ഭഗവത് ഭക്തന്മാരായിട്ടുള്ള, സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സജ്ജനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ജ്ഞാനം, വിശുദ്ധജ്ഞാനം ഉണ്ട്. അങ്ങനെ പ്രഹ്ലാദനിൽ നിന്ന് ഈ ഉപദേശത്തെ കേൾക്കുന്ന ആ അസുരബാലന്മാർ, അവരുടെ സംശയം, ഇതെവിടെ നിന്നാണ് പ്രഹ്ലാദന് ഈ ഒരു അറിവുണ്ടായത്? അതാണ് ഇവിടെ ബോധ്യമാക്കിയത് പ്രഹ്ലാദൻ. മുൻപ് ആ ശ്രീനാരദ മഹർഷിയിൽ നിന്നാണ് എനിക്കിത് കേൾക്കാനും ഗ്രഹിക്കാനും ഇടയായത്. എന്നാൽ മറ്റ് അസുരബാലന്മാർക്ക് ആ ശുക്രപുത്രന്മാരായ ആചാര്യന്മാർ, ഷണ്ടാമർക്കന്മാരെ അല്ലാതെ മറ്റ് ഒരു ഗുരുവിനെയും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ വിട്ട് ആ ശ്രീനാരദരെ കാണാനും ഈ കൂട്ടുകാർക്ക്, അസുരബാലന്മാർക്ക് അവസരമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രഹ്ലാദന് മാത്രം ശ്രീനാരദനിൽ നിന്ന് ഉപദേശം കേൾക്കാൻ കഴിഞ്ഞത്? കാരണം കൊട്ടാരത്തിൽ വന്ന് ശ്രീനാരദന് ഉപദേശിക്കാൻ സാധ്യതയില്ല.
ഞങ്ങൾക്ക് മറ്റാർക്കും തന്നെ ആ ശുക്രപുത്രന്മാരിൽ നിന്നല്ലാതെ വേറൊരു മഹാത്മാക്കളിൽ നിന്നും ഉപദേശം കേൾക്കാൻ സൗകര്യമുണ്ടായിട്ടില്ല. അപ്പോൾ പ്രഹ്ലാദിന് മാത്രം ഇതെങ്ങനെ സാധിച്ചു? അതാണ് അവരുടെ മറ്റൊരു സംശയം. അതും തുടർന്ന് പ്രഹ്ലാദൻ ആ ഒരു സംശയം കൂടി ദൂരീകരിക്കുകയാണ്. പിതരി പ്രസ്ഥിതയസ്മാകം തപസേ മന്ദരാചലം യുദ്ധോദ്യമം പരം ചക്രു വിബുധ ദാനവാൻ പ്രതി. തൻ്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശിപു മന്ദര പർവ്വതത്തിൽ തപസ് തുടരുന്ന ആ കാലയളവിൽ ദേവന്മാർ അസുരന്മാരെ ആക്രമിക്കുകയും പരാജയഭീതിയാൽ അസുരന്മാർ പ്രാണഭയത്തോടുകൂടി പലായനം ചെയ്യുകയാണ്. ആ സമയത്ത് പ്രഹ്ലാദൻ്റെ അമ്മ കയാധു പ്രഹ്ലാദനെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ ഒരു കാലമാണ്. ദേവേന്ദ്രൻ ഈ കയാധുവിനെ പിടിച്ച് കൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ദയനീയമായിട്ട് നിലവിളിച്ചുകൊണ്ട് ആ അസുരപത്നി ഇന്ദ്രന്റെ മുന്നിൽ കൈകൂപ്പി യാചിക്കുമ്പോഴാണ് നാരദ മഹർഷി അവിടേക്ക് എത്തിച്ചേരുകയും ശ്രീനാരദൻ പറഞ്ഞു ദേവേന്ദ്രനോട്, ഹിരണ്യകശിപുവിൻ്റെ പത്നിയായിട്ടുള്ള ഈ കയാധു നിരപരാധിയാണ്, പതിവ്രതയാണ്. ഇവരെ ദേവേന്ദ്ര നീ ബലാത്കാരമായി കൊണ്ടുപോകുന്നത് ശരിയല്ല, അതുകൊണ്ട് വിട്ടയക്കൂ. ഇന്ദ്രൻ പറയുന്നുണ്ട്, ആസ്തേസ്യ ജഠരേ വീരം അഭിഷഹ്യം സുരദ്വിഷ. ഈ അസുരസ്ത്രീയുടെ ഗർഭത്തിൽ ഹിരണ്യകശിപുവിൻ്റെ വീര്യമുണ്ട്. ആ ശിശു വളർന്നു വന്നാൽ പിതാവിനേക്കാൾ ഭയങ്കരനായിട്ട് തീരാം. അതുകൊണ്ട് ഈ അസുരസ്ത്രീ പ്രസവിച്ചുണ്ടാവുന്ന ശിശുവിനെ നിഗ്രഹിച്ചിട്ട് ഇവരെ ഞാൻ വിട്ടയക്കാം. ശ്രീനാരദ മഹർഷി പറഞ്ഞു, അയം നിഷ്കിൽബിഷ സാക്ഷാൻ മഹാഭാഗവതോ മഹാൻ ത്വയാന പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. ഇന്ദ്ര, താങ്കൾ ഭയപ്പെടേണ്ടതില്ല. ഈ വളർന്നു വരുന്ന ശിശു നിങ്ങളുടെ ശത്രുവല്ല, മഹാഭാഗവതനായി തീരേണ്ട ആ ശ്രീഹരിയുടെ അന്തരംഗ ഭക്തനായി തീരാൻ പോകുന്ന ഒരാളാണ്. ആ ഭഗവാന്റെ വാത്സല്യഭാജനമായ ഇവനെ നിഗ്രഹിക്കുവാൻ നിനക്ക് സാധ്യവുമല്ല. ആ ദേവർഷിയുടെ വാക്കുകളെ ആദരിച്ചുകൊണ്ട് ഇന്ദ്രൻ ഗർഭസ്ഥനായിട്ടുള്ള എന്നെ ഉദ്ദേശിച്ച് ആ മാതാവിനെ, എൻ്റെ മാതാവിനെ കയാധുവിനെ പ്രദക്ഷിണം ചെയ്തു അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. ദേവർഷിയായിട്ടുള്ള ശ്രീനാരദൻ എൻ്റെ അമ്മയെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലിരുത്തി രക്ഷിക്കുകയും ഭർത്താവ് തിരിച്ചു വന്നിട്ടേ താൻ പ്രസവിക്കാൻ പാടുള്ളൂ, അതുവരെയും തൻ്റെ ഗർഭത്തിൽ ആ ശിശുവിന് യാതൊരു ആപത്തും കൂടാതെ ഇരിക്കണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് കയാധു ശ്രീനാരദരെ ശ്രദ്ധാഭക്തിയോടുകൂടി ശുശ്രൂഷിച്ചു. മഹാകാരുണികനായിട്ടുള്ള ശ്രീനാരദ മഹർഷി ഈ കയാധുവിൻ്റെ, എൻ്റെ അമ്മയുടെ ദുഃഖനിവൃത്തിക്കായി, അതോടൊപ്പം എൻ്റെ പരമശ്രേയസ്സിനായിട്ട് ഭാഗവതധർമ്മത്തെ വേണ്ടതുപോലെ ഉപദേശിച്ചു. കാലക്രമേണ സ്ത്രീ സഹജമായിട്ടുള്ള ആ പ്രകൃതം കൊണ്ട് അമ്മ അതൊക്കെ മറന്നു. എന്നാൽ ആ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനൊരിക്കലും അത് മറന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് അത് ഓർക്കാൻ കഴിയുന്നുണ്ട്. അതാണ് അല്ലയോ കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കും ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചാൽ ആ ശ്രീഹരിയിൽ, ആ ഭഗവാനിൽ
പരിശുദ്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവും. ജന്മാദ്യാ ഷഡ്മേ ഭാവ ദൃഷ്ടാ ദേഹസ്യനാത്മന ഫലാനാമേവ വൃക്ഷസ്യ കാലേന ഈശ്വരമൂർത്തിന ആത്മാ നിത്യോവ്യയ ശുദ്ധ ഏക ക്ഷേത്രജ്ഞ ആശ്രയ. ജനനം, വളർച്ച, പരിണാമം, മരണം, ഇതെല്ലാം ഷഡ്വികാരങ്ങൾ എന്നറിയപ്പെടുന്ന ദേഹധർമ്മങ്ങൾ മാത്രമാണ്. ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. എപ്പോഴും ആത്മാവ് ഒരേ നിലയിൽ വർത്തിക്കുന്നു. ആത്മാവ് ഏകനാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്, സർവവ്യാപിയും അസംഗനും സ്വയം പ്രകാശനും ആണ്. ആത്മാവിൻ്റെ ഈ ലക്ഷണങ്ങളെ മനസ്സിലാക്കി ദേഹത്തിൽ നിന്നും വിഭിന്നനാണ് എന്ന് കാണണം. അങ്ങനെ ആയാൽ ദേഹാദികളിലുള്ള ആ മിഥ്യാഭിമാനം അതിനെ നമുക്ക് നീക്കിക്കളയാൻ സാധിക്കും. ജഡമായിട്ടുള്ള ശരീരാദികളെ പ്രകാശിപ്പിക്കുന്നത് സച്ചിദാനന്ദമായ ആത്മാവാണ്. ഈ ശരീരത്തിൽ തന്നെയാണ് ആത്മാവിനെയും അന്വേഷിക്കേണ്ടത്. ഈ ശരീരത്തിൽ ആത്മാവ് അല്ലാത്ത മറ്റെല്ലാറ്റിനെയും ഇതല്ല എന്ന് നീക്കി അതിനെ ഉപേക്ഷിച്ച് ആത്മാവിനെ അറിയാൻ ശ്രമിക്കണം. അനേക ജന്മവാസനാബലം കൊണ്ട് അതിവേഗം ഒരുപക്ഷെ ഒരുവന് ആത്മാനുഭവം ഉണ്ടായില്ല എന്ന് വരാം. എന്നാലും നിരാശപ്പെടരുത്. ദൃഢമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ചെയ്യണം. ക്രമേണ അജ്ഞാനബീജം നശിക്കുകയും യഥാർത്ഥ ജ്ഞാനം ഒരുവനിൽ പ്രകാശിക്കുകയും ചെയ്യും. ഭഗവാനിൽ നിരന്തരമായിട്ടുള്ള പ്രേമം, നിരതിശയമായ പ്രേമം സമ്പാദിക്കുക. അതിനാദ്യമായി കാമക്രോധാദി ഷഡ്രിപുക്കളെ, ഷഡ്വർഗങ്ങളെ ജയിക്കണം. സ്വധർമ്മത്തെ ഫലകാമുക്ഷ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഗുരുശുശ്രൂഷയാ ഭക്തിയാ സർവലബ്ധാർപ്പണേന ച സംഗേന സാധുഭക്താനാം ഈശ്വര ആരാധനേച്ച. ഭക്തിമാർഗത്തെ ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരെ നിഷ്കപടമായിട്ട് പ്രേമപൂർവം സേവിക്കുക. തൻ്റെ സർവസ്വവും മനഃപൂർവം അവർക്കായി സമർപ്പിക്കുക. കഴിയുന്നതും സാധുക്കളായ ഭക്തന്മാരോട് ചേർന്നിരിക്കുക. വിഷയികളായിട്ടുള്ളവരിൽ നിന്നും അകന്നിരിക്കുക. നമുക്ക് ലഭിക്കുന്നതായ ദ്രവ്യങ്ങളെ കൊണ്ട് നമ്മളുടെ ഇഷ്ടദേവതയെ ആരാധിക്കണം. ഭഗവത് ഗുണഗണങ്ങളെ, അത്ഭുത ലീലകളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യണം. നിശമ്യകർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യഥാ യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി ദ്രൗതി നൃത്യതി യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണ ഇത്യാത്മമതിർഗതത്രപ. ഏകാന്തത്തിലിരുന്നു കൊണ്ട് ഭഗവത് ചരണാരവിന്ദങ്ങളെ ധ്യാനിക്കുക. ഭഗവത് വിഗ്രഹങ്ങളെ ദർശിക്കുക, പൂജിക്കുക. ആ ഭഗവാൻ തന്നെയാണ് സർവഭൂതങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് എന്നറിഞ്ഞ് സകല ജീവരാശികളെയും സമ്മാനിക്കുക. ഇത്തരത്തിലുള്ള നിരന്തര പരിശ്രമം, സ്ഥിരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഇന്ദ്രിയങ്ങൾ സ്വാധീനമാവുകയും കാമക്രോധാദികൾ നശിക്കും. ആ ഭഗവാനിൽ പ്രേമഭക്തി സ്ഥായിയായി തീരും. പിന്നീട് ഒരിക്കലും അതിന് ഇളക്കം തട്ടുകയില്ല.
അങ്ങനെയുള്ള പ്രേമഭക്തന്റെ ലക്ഷണങ്ങളെയും ചേഷ്ടകളെയും പറയുകയാണ്. അത് അലൗകികങ്ങളായിരിക്കും. ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രേമപൂർവം കേൾക്കുകയും ആനന്ദത്തോടുകൂടി കീർത്തിക്കും. സന്തോഷാധിക്യം കൊണ്ട് ഉച്ചത്തിൽ തിരുനാമങ്ങളെ ഘോഷിക്കും. ആ ഭഗവത് ദർശനത്തിനായിട്ടുള്ള അതിയായ ഉത്കണ്ഠയാൽ കാതരനായി നിലവിളിക്കും. ചിലപ്പോൾ ബാധ പിടിപെട്ടവനെ പോലെ ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, ചിലപ്പോൾ ഉറക്കെ കരയുക, തന്മയീ ഭാവത്തോടുകൂടി ധ്യാന നിരതനായിരിക്കും. കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപമാണ് എന്ന് കണ്ട് വീണ് നമസ്കരിക്കും. ചില സമയത്ത് ദീർഘനിശ്വാസത്തോടു കൂടിയിട്ട് ഇരിക്കും. ലോകപരിഹാസത്തെ ഒട്ടും തന്നെ വകവയ്ക്കാതെ ലജ്ജ വിട്ട് ഹരേ ജഗത്പതേ നാരായണ എന്നിങ്ങനെ ഉച്ചത്തിൽ കീർത്തിക്കും. ഈയൊരു പ്രേമോന്മാദാവസ്ഥയിലെത്തിയ ഒരുവൻ സകല ലോകബന്ധങ്ങളിൽ നിന്നും പുണ്യപാപങ്ങളിൽ നിന്നും മുക്തനായി കഴിഞ്ഞു എന്ന് ധരിക്കുക. അവന്റെ ആശയഗതിയും ആകൃതിയും ഭഗവത് ഭാവത്തെ അനുസരിച്ച് താതാത്മ്യം പ്രാപിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിലായി ഉറച്ചു വേരൂന്നിയതായ അജ്ഞാനവാസനകളെല്ലാം സമൂലം ദഹിച്ചു പോകുന്നു. അവനിനി ജന്മമില്ലാത്ത സ്ഥാനമായ ഭഗവത് പാദത്തിൽ ചേരുന്നു. കോതിപ്രയാസോസുരബാലകാ ഹരേരുപാസനേ സ്വേഹൃതി ഛിദ്രവത്സത സ്വസ്യാത്മന സഖ്യുരശേഷദേഹിനാം സാമാന്യത കിം വിഷയോപപാദനൈഃ രായക്കളത്രം പശവ സുതാദയോ ഗൃഹാമഹീ കുഞ്ചരകോശഭൂതയ സർവേ അർത്ഥകാമാ ക്ഷണഭംഗുരായുഷ കുറുവന്തി മർത്യസ്യ കിയൽ പ്രിയം ചല. ഈ സംസാരത്തിൽ നിന്ന് കരകയറുവാൻ മറ്റൊരു മാർഗമില്ല. ഭഗവത്പാദത്തെ ആശ്രയിച്ചാൽ മാത്രമേ അത് സാധ്യമാവൂ. അതുകൊണ്ട് നിങ്ങളും ആ ശ്രീഹരിയെ ഭജിക്കൂ. നമ്മളുടെ മാത്രമല്ല സകല പ്രാണികളുടെയും ഹൃദയത്തിൽ അഭേദമായി പ്രകാശിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. എന്നിരിക്കെ ഉപാസിക്കുവാൻ എന്താണ് പ്രയാസം? ആ പ്രേമമൂർത്തിയെ കൈവെടിഞ്ഞ് തുച്ഛവിഷയങ്ങളുടെ പിന്നാലെ അലയുന്നതിൽ പരം മൗഢ്യം വേറെയില്ല. ക്ഷുദ്രപ്രാണികൾ പോലും വിഷയസുഖം സർവസാധാരണമായി അനുഭവിക്കുന്നത് കാണാം. വാസ്തവത്തിൽ അവ സുഖങ്ങളല്ല, സുഖത്തിൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന നരകയാതനകളാണ്. ഭാര്യാപുത്രാദികളും ഗൃഹധനാദികളും എല്ലാം ക്ഷണഭംഗുരങ്ങളാണ്. അല്പായുസായ മനുഷ്യനെ അവ എത്രത്തോളം സുഖിപ്പിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നാം എത്ര കഷ്ടപ്പെട്ടു സമ്പാദിച്ചാലും അവ നമ്മെ വിട്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് അവയെല്ലാം വിട്ടുപോകേണ്ടതായി വരുന്നു. നശ്വരമായ ശരീരത്തിൻ്റെ സുഖത്തിനായി അമൂല്യമായ വിലയേറിയ ഈ മനുഷ്യജന്മത്തെ നഷ്ടപ്പെടുത്തി കളയരുത്, കളഞ്ഞുകുളിക്കരുത്. നാം ശരീരമല്ല, ആത്മാവാണ്. ഈ ശരീരം നമ്മളുടേതല്ല. ഇത് നായ്ക്കളുടെയോ അഗ്നിയുടെയോ പുഴുക്കളുടെയോ മണ്ണിൻ്റേതോ ഒക്കെ ആണ്. ശരീരം തന്നെയും നമ്മുടേതല്ലെങ്കിൽ ശരീരസംബന്ധികളായ ഭാര്യാപുത്രാദികൾ നമ്മളുടേതല്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ടോ? ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദം മാത്രമാണ്. അതുകൊണ്ട് ക്ഷുദ്രവിഷയങ്ങളിൽ നിന്നും ആത്മാവിന് പ്രത്യേകിച്ച് ആനന്ദമൊന്നും ലഭിക്കേണ്ട ആവശ്യമില്ല.
സർവേഷാമപി ഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയ ഭൂതൈർമഹദ്ഭി സുഹൃതൈ കൃതാനാം ജീവസംജ്ഞിത. ഗർഭവാസം മുതൽ മരണം വരെ ജീവൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ശരീരമെടുക്കുന്നത് ദുഃഖാനുഭവത്തിന് വേണ്ടിയിട്ടാണ്, സുഖത്തിനായിട്ടല്ല എന്ന് ചിന്തിച്ചാൽ ബോധ്യമാവും. ഒട്ടും തന്നെ ദുഃഖ സംബന്ധമില്ലാത്ത സുഖസ്ഥാനം അത് ആ ഈശ്വരപദ പ്രാപ്തി, ആ ഈശ്വര പദം മാത്രമാണ്. നിഷ്കാമമായി ആരാണോ ഈശ്വരനെ ഭജിക്കുന്നത് അവർക്ക് അർത്ഥാദികളെല്ലാം വന്നു ചേരും, സമ്പത്ത് വന്നു ചേരും. അതുകൊണ്ട് അതിനെ ആഗ്രഹിച്ച് ആത്മാനന്ദത്തിനൊരിക്കലും തടസ്സമുണ്ടാക്കരുത്, വിഘാതമുണ്ടാക്കരുത്. സംസാര സന്തരണത്തിനായി, സംസാര സാഗരം കടക്കുവാൻ വേണ്ടി നമുക്ക് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ മനുഷ്യ ശരീരത്തെ നമുക്ക് തന്ന ആ ജഗദീശ്വരനെ ഭജിക്കാത്തവർ കൃതഘ്നന്മാർ തന്നെയാണ്. നമ്മൾ അസുരന്മാരാണ്, അതുകൊണ്ട് ഹരിഭജനം ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ഒട്ടും സംശയിക്കേണ്ടതില്ല. സമസ്ത പ്രാണികളിലും സമസ്ത ജീവജാലങ്ങളിലും ആ ഭഗവാൻ അന്തര്യാമിയായിട്ട് ഹിതത്തെ ചെയ്യുന്നുണ്ട്. അതിനാൽ സകല പ്രാണികളും ഹരിഭജനത്തിന് അധികാരിയാണ്. മുകുന്ദചരണങ്ങളെ ആര് ഭജിച്ചാലും സ്വസ്തിമാനായിത്തീരും. ദേവോസരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാദ് യഥാവയം. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാ സുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നവൃത്തം ന ബഹുജ്ഞത. ബ്രാഹ്മണനെന്നോ ദേവനെന്നോ ഋഷിയെന്നോ പണ്ഡിതനാണ്, ഞാൻ വളരെയധികം ദാനം ചെയ്തിട്ടുണ്ട്, തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്, യജ്ഞങ്ങളെ ചെയ്തിട്ടുണ്ട്, വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇവ കൊണ്ട് മാത്രം ഈശ്വരൻ പ്രസാദിക്കണമെന്നില്ല. ഹരിഭക്തിയില്ലാത്തവൻ്റെ ഈ വിശേഷ ഗുണങ്ങളൊക്കെ വെറും വേഷം മാത്രമാണ്. നദാനം നതപോ നേജ്യ ന ശൗചം ന വൃതാനിജ പ്രിയതേ അമലയാ ഭക്തിയാ ഹരിരന്യത് വിഡംബനം. തതോഹരൗ ഭഗവതി ഭക്തിം കുരുദാനവാഹ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. നിഷ്കപടമായ നിഷ്കാമമായ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ. ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിച്ചാൽ ആർക്കും ഭഗവത് കൃപ വന്നു ചേരും. ദൈത്യന്മാർ, രാക്ഷസന്മാർ, യക്ഷന്മാർ, ശൂദ്രന്മാർ, പക്ഷിമൃഗാദികൾ, സ്ത്രീകൾ, എത്രയോ ജീവന്മാർ ഭഗവത് സംബന്ധം കൊണ്ട് പരമപുരുഷാർത്ഥത്തെ പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭക്തിപൂർവം ഭജനം ചെയ്യുന്ന ഒരുവന് ആ ഭഗവത് പ്രാപ്തി കൈവരും എന്നതിന് ഒട്ടും തന്നെ സംശയിക്കേണ്ടതില്ല. ദൈതേയാ യക്ഷരക്ഷാംസി സ്ത്രിയ ശൂദ്രാവജൗഗസ ഖഗാമൃഗാ പാപജീവ സന്ധിഹ്യച്യുതതാം ഗതാഃ ഏതാവാനേവ ലോകേസ്മിൻ പുംസ സ്വാർത്ഥ പരസ്മൃത ഏകാന്തഭക്തിർ ഗോവിന്ദേ എൽ സർവത്ര തദീക്ഷണം. അല്ലയോ കൂട്ടുകാരെ, ഞാൻ വേണ്ടിടത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ആ ഭഗവാനിൽ നിരതിശയമായ പ്രേമഭക്തി ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. ചരാചരങ്ങളായ സകല ഭൂതങ്ങളെയും ഭഗവത് രൂപമായി കാണുക,
അതുതന്നെയാണ് ജന്മസാഫല്യം എന്നിങ്ങനെ അസുരബാലന്മാർക്ക് പ്രഹ്ലാദൻ നൽകുന്നതായ ഉപദേശത്തെ ഇവിടെ ഉപസംഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 7-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീഹരയേ നമഃ.